എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനത്തെക്കുറിച്ച്. എൻ്റെ ആ പോസ്റ്റിനിടയിൽ വന്ന് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തത് പകൽ സമയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും രാത്രികാലങ്ങളിൽ SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല സഹാക്കളായിരുന്നു. എൻ്റെ കുറി കണ്ടപ്പോൾ ചോദിക്കുന്നത് ഞാൻ സംഖ്യയാണെന്നാണ്. ഞാൻ ഒരു അറിവായ കാലം തൊട്ടേ ഞാൻ ഈ കുറിയൊക്കെ ഇട്ട് നടക്കുന്ന കക്ഷിയാണ്. അവിടെ സംഖ്യയല്ല, ഞാനൊരു ഭാരതീയനാണ്. ആർക്കും ഏത് രാഷ്ട്രീയവും തിരഞ്ഞെടുക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ സ്വന്തം സുകുമാരൻ ചേട്ടൻ അദ്ദേഹം ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിനെ ഇപ്പോഴും ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. NSS എന്ന പ്രസ്ഥാനത്തെ, NSS എന്ന സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നായർ സമുദായത്തെ അധിക്ഷേപിക്കുന്ന, ആരാധനയായ മന്നത്ത് പത്മനാഭനെ അധിക്ഷേപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ കൊണ്ടുപോയി ചേർക്കുകയാണെങ്കിൽ ഒരു 3-4 കാര്യങ്ങൾ ഞങ്ങൾ നായന്മാർക്ക് ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യമായി അറിയേണ്ടത്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നവിടെ ഒത്തുകൂടിയ ഭക്തർക്ക് ഏകദേശം എൻ്റെ അറിവിൽ 650 പേർക്കോളം അവിടെ കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പക്കാരാണ്, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ പേരിൽ കേസ് പിൻവലിക്കുമോ? 2, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കില്ല എന്ന് നമ്മുടെ സർക്കാരിന് പറയാൻ സാധിക്കുമോ? അനേകം ചെറുപ്പക്കാർ വിദേശങ്ങളിൽ പോകാൻ പറ്റാതെ ഒരു പോലീസ് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കേസുള്ളത് കൊണ്ട് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നായർ കുടുംബത്തിലെ, ഹിന്ദു കുടുംബത്തിലെ ഭക്തജനങ്ങൾ അനേകം വരയുന്നുണ്ട്. അതിന് ഒരു പരിഹാരം കാണാൻ ശ്രീ സുകുമാരൻ നായർക്ക് കഴിയുമോ? അംഗീകരിക്കാം, പല കാര്യങ്ങളും ഈ NSS സമുദായത്തിനും ഭക്തജനങ്ങൾക്കും അറിയേണ്ടതായുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ NSSന് വേണ്ടി ഇപ്പോഴത്തെ ഭരണകൂടം എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്, എങ്ങനെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. സ്ത്രീ പ്രവേശനം ശബരിമലയിൽ എങ്ങനെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഭക്തജനങ്ങളുടെ പേരിലെടുത്തേക്കുന്ന കേസ് പിൻവലിക്കുമോ ഇല്ലയോ അറിയേണ്ട കാര്യമാണ്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയേക്കുന്ന ഉറപ്പ് ഞങ്ങളുടെ ഈ സമുദായത്തിന് വേണ്ടി ഒരു പത്രധർമ്മം നടത്തിക്കൊണ്ട് അത് ഡിക്ലെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏതൊരു ഹിന്ദു ഭക്തനും അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, എന്തുറപ്പാണ് സർക്കാർ NSSന് നൽകിയിരിക്കുന്നത്? എന്തുറപ്പിൻ്റെ പേരിലാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഈ NSS പ്രസ്ഥാനത്തെ ഇപ്പോഴത്തെ ഭരണകൂടവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ഭക്തജനങ്ങളും ഈ സർക്കാരിനൊപ്പം നിൽക്കും. എല്ലാ കേസുകളും പിൻവലിക്കാൻ പറ്റുമോ? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്നത് തടയുമോ എന്നുറപ്പ് ദയവായി ഹിന്ദു ഭക്തർക്ക് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് പൊതുസമൂഹത്തിൽ അറിയിക്കാനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്വന്തം NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ ചേട്ടനുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതല്ല നേരെ മറിച്ച നിലപാടെങ്കിൽ NSS എന്ന പ്രസ്ഥാനത്തെ ഒരു കാരണവശാലും ഒരിക്കലും മറ്റൊരു പ്രസ്ഥാനമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം സുകുമാരൻ ചേട്ടൻ ഈ സ്ഥാനം ഒഴിഞ്ഞു മാറി മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു ഭക്തൻ്റെ അഭിപ്രായമാണ്, അല്ലാതെ ഒരു സംഖ്യയുടെ അല്ല. എൻ്റെ കുറി കണ്ട് സംഖ്യയെന്ന് മുദ്രകുത്തി കുരുപൊട്ടുന്നവർക്ക് കൊണ്ട് പറയാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഏത് പാർട്ടിയിൽ പോകണം,
ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഏത് സമുദായത്തെ വിശ്വസിക്കണം എന്നത് എൻ്റെ നിലപാടാണ്. ദയവേത് ശ്രീ സുകുമാരൻ നായരുടെ മറുപടിക്ക് വേണ്ടിയും അല്ലെങ്കിൽ താങ്കൾ എടുക്കുന്ന നിലപാടിനെയും ഞങ്ങൾ വീക്ഷിക്കുകയാണ്. പ്രതീക്ഷിക്കുന്നു NSSന് നല്ലത് മാത്രമേ ഉണ്ടാകൂ എന്ന്. താങ്ക് യു.